ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പം ഞാൻ ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം പലർക്കും അറിയാവുന്നതായിരിക്കും ഈ ചെറിയൊരു ടിപ്പ്, എന്നാൽ വളരെ പ്രയോജനകരമായ ഒരു ടിപ്പാണിത് കേട്ടോ. അപ്പോൾ ഈ സൂത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നമ്മുടെ ചുമന്ന ചീരയാണ് കേട്ടോ. അപ്പം എല്ലാ വീടുകളിലും ഒന്നും ഇപ്പം ചുമന്ന ചീര കാണണമെന്നില്ല. നമ്മൾ പുറത്തു നിന്നൊക്കെ ആയിരിക്കുമല്ലോ ചുമന്ന ചീര വാങ്ങിക്കുന്നത്. ചീര ഏത് ചീരയാണെങ്കിലും പിന്നെ നമ്മുടെ വീടിനടുത്തൊക്കെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നമുക്കിങ്ങനെ ചിലർ തണ്ട് മുറിച്ചായിരിക്കും ചീര തരുന്നത്. ചിലരൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ വേരോടെ കെട്ടായിട്ടൊരു കെട്ട് ഇത്ര രൂപ എന്നും പറഞ്ഞായിരിക്കും വിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ അങ്ങ് വാടിപ്പോകും. ഇതിപ്പോൾ ഒരു 10-14 മണിക്കൂറുകളായിട്ടുണ്ടായിരിക്കും. ഒരു രാത്രി ഫുൾ ഇരുന്ന ചീരയാണ് കേട്ടോ. ഇന്നലെ ഒരു 4 മണിയോടുകൂടിയാണ് ഈ ചീര വാങ്ങിക്കുന്നത്. ഇത് തണ്ട് നമുക്ക് കട്ട് ചെയ്ത് തന്നിരിക്കുന്ന ചീരയാണ് കേട്ടോ, വേരില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഇലകളൊക്കെ നോക്കിക്കാൻ നല്ല ഫ്രഷായിട്ട് ഇപ്പോൾ വാങ്ങിച്ചു കൂട്ട് നിൽക്കുന്നില്ലേ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞാനിവിടെ ഒരു കലത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിലാണ് ഈ ചീര ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് പുറത്ത് കൊണ്ടുവച്ച് വീഡിയോ എടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ. പെരയ്ക്കകത്ത് തന്നെയാണ് ഇതിരുന്നത്. അപ്പം നമുക്ക് ഇത് ഒരു 2 ദിവസമൊക്കെ നമുക്കിങ്ങനെ വയ്ക്കാൻ പറ്റും കേട്ടോ. ഈ തണ്ട് കട്ട് ചെയ്തെടുത്തതാണ്. വേരോടെ കൂടി നമ്മൾ വാങ്ങിക്കുന്ന ചീരയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം വരെ നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫ്രഷോടെ ഇരിക്കും കേട്ടോ ചീര. അപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇലയ്ക്കൊക്കെ ഒരു വാട്ടലൊക്കെ വരുന്നതായിരിക്കും. അതൊന്നും ഇല്ലാതെ ഇത് കണ്ട് നല്ല അടിപൊളി നമുക്ക് പറമ്പിലൊക്കെ നിൽക്കുന്ന അതേ ഫ്രഷ്നെസ്സോടെ നമുക്ക് ഈ ഇല കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഒരു വാട്ടലായിട്ടൊന്നുമില്ല. നല്ല കിളുത്ത് മണ്ണിൽ നിൽക്കുന്ന കൂട്ടല്ലേ നമ്മുടെ ഈ ഇല ഇരിക്കുന്നത്. അതേസമയം നമ്മളല്ലാതെ വെക്കുവാണെങ്കിലോ വാടി തളർന്നിരിക്കും. അപ്പം എനിക്കറിയത്തില്ലായിരുന്നു, എനിക്ക് ഒരമ്മ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ ഒന്നും പറയരുത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് നമുക്ക് ചീരയിലത്തോരൻ കൂട്ടാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ബായ്. അപ്പം ഞാനിതിൻ്റെ തണ്ടൂടെ കാണിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് തണ്ട് കട്ട് ചെയ്ത് നമുക്ക് തന്നത്. അപ്പം ഇതേണ്ട തണ്ടെല്ലാം നല്ല അടിപൊളിയായിട്ട്, പക്ഷെ കണ്ടാലറിയാം കേട്ടോ, നമുക്ക് ഇന്നലെ വാങ്ങിച്ച ചീരയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൊച്ചു വീഡിയോ. ബായ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബായ്.